ഈ ബാലകൃഷ്ണനാണ് ബാലകൃഷ്ണൻ നായരാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. 14 ദിവസമായി ഒരു MLA ഒളിവിലാണ്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, കോടതി ജാമ്യം കൊടുത്തില്ലേ? മുൻകൂർ ജാമ്യം അനുവദിച്ചു. അയാളെ ഇനി അറസ്റ്റ് ചെയ്യാനാവില്ല. ഒരു കാര്യം, രാഹുലിനെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരൻ, ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ സമയത്താണ് അബദ്ധം എല്ലാവർക്കും പറ്റുക. ബാലകൃഷ്ണൻ ഏത് കാര്യത്തിലാണ് രാഹുലിന് ഭാവിയുള്ളത്? താങ്കൾ ഉദ്ദേശിച്ചത് ഏത് വിഷയത്തിലാണെന്ന് അറിയാനാണ്. അതിങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഇങ്ങനെ അലക്കുന്നത് ശരിയല്ല. ഇത് മിക്കവാറും ആളുകൾ ഒന്നും അറിയാതെ കണ്ടാണ്ട് അയാൾ വളർന്നു വരുന്ന ചെറുപ്പക്കാരനാണ്. അയാളെ ശിക്ഷ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, ശ്രീ ബാലകൃഷ്ണൻ ഭാവിയുള്ള ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. രാഹുലിനെ രണ്ട് വിഷയത്തിലാണ്, ഒന്ന് രാഷ്ട്രീയത്തിലാണ്, മറ്റൊന്ന് പെൺകുട്ടികളെ ഇതുപോലെ ബലാത്സംഗം ചെയ്യുന്നതല്ലാണ്. ഇതിൽ ഏതിലാണ് ഭാവി എന്നാണ് താങ്കൾ കണ്ടത്? അല്ല, നിങ്ങൾ ഭാവിന്റെ കാര്യം, ഈ പ്രായം കടന്നു വന്ന ആളുകള് പിന്നെ കുറ്റം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള ഒരു തെളിവല്ലേ ഉള്ളൂ. പ്രായപൂർത്തി വലിയ ആളുകൾക്കൊക്കെ തന്നെ. ബാലകൃഷ്ണൻ, ഈ വരുന്ന ആളുകളെല്ലാം ഈ പ്രായത്തിലൂടെ കടന്നു വരുന്ന പുരുഷന്മാരെല്ലാം മറ്റ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയാണോ? അല്ല, അതല്ല, അത് ഇയാളെ കണ്ടുപിടിച്ചു. അല്ല, ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ബാലകൃഷ്ണനൊക്കെ അങ്ങനെ ബലാത്സംഗം ചെയ്തിട്ടാണോ ഈ പ്രായം കടന്നു വന്നത്? ന്യായീകരിക്കല്ല. ഒരു വ്യക്തിയെ എങ്ങനെ അലക്കുന്നത് ശരിയല്ല. നമ്മളാണോ അലക്കുന്നത്? ഓരോ സ്ത്രീകൾ വന്നിട്ട് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഹൃദയമുള്ള ഏത് മനുഷ്യനും ഹൃദയം പൊട്ടിപ്പോകില്ല. ആ തരത്തിലേക്കല്ലയോ ഇയാളുടെ ക്രൂരകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത്? ഇത് കേൾക്കി, ഓരോ ദിവസം വെച്ചിട്ട് ഇത് എന്തിനാണ് ഇതിങ്ങനെ ഈ എതിർ പാർട്ടികളെ കൊണ്ട് അഭിപ്രായം പറയിക്കാൻ ഇങ്ങനെ മെനക്കെടുന്നത്? അല്ല, താങ്കൾക്കും പറയാമല്ലോ, താങ്കളുടെ പാർട്ടിയിലുള്ളവർക്കും പറയാമല്ലോ. ഞങ്ങൾ പറഞ്ഞു എതിർ പാർട്ടിക്കാർ മാത്രം വിളിച്ചാൽ മതിയെന്ന്. താങ്കളുടെ പാർട്ടിയിലുള്ളവർക്ക് വിളിച്ചോട്ടെ. എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചോ, അയാൾക്ക് ജാമ്യം കിട്ടി, അയാൾ ഇനി നല്ല ആളായി. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു MLA 14 ദിവസം ഒളിവിൽ കഴിഞ്ഞത്? അയാൾക്ക് ഞാൻ നിയമ നടപടികൾ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പുറത്തു വരാമായിരുന്നല്ലോ. 14 ദിവസം ഒരു കേരളത്തിൽ MLA ഒളിവിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ അത് സമീപകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. അല്ല, പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ കിട്ടുന്ന അനുഭവമൊക്കെ അയാൾക്ക് അറിയാലോ. അകാരണമായിട്ട് മർദ്ദിക്കുന്ന എങ്ങനെ ഒരു MLAക്ക് നിയമം അറിയാതെ ഒരു MLA പോലീസുകാർ അകാരണമായി മർദ്ദിച്ചാൽ അതിന് നിയമ സംവിധാനമില്ല ഈ നാട്ടിൽ? ഷാഫി പറമ്പിനെതിരെ തലക്കടിച്ചു. അതിനെതിരെയല്ലേ ഇപ്പോൾ കേസും അന്വേഷണം നടക്കുന്നത്? അയാൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ? ബാലകൃഷ്ണൻ, ഷാഫി പറമ്പിൽ ഒരു പൊതു സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഷാഫി പറമ്പിലിനെ മർദ്ദനമേൽക്കുന്നതും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം, അതിന് രണ്ട് തമ്മിലൊന്നും ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഇയാളെ ജീവൻ തന്നെ കിട്ടൂല. അത്രയും പകയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട്. ഇയാൾ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതേസമയത്ത് ഈ രീതിയിലൊന്നും വേണ്ട. അപ്പൊ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് ഇയാൾ ചെറിയ തെറ്റ് വല്ലതും ആണോ ഈ രീതിയിലൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ? ചെറിയ തെറ്റോ വലിയ തെറ്റോ കോടതി തീരുമാനിക്കട്ടെ. അപ്പൊ താങ്കൾ പറയുന്നത് ഇയാൾ ഒളിവിൽ പോയത് പേടിച്ചാണ് ഒളിവിൽ പോയെന്ന്? അത് അല്ല, ഒളിവിൽ അവനവന്റെ സുരക്ഷിതം നോക്കല്ലോ. ആ രീതിയിൽ എല്ലാരും പോവും. ഇപ്പൊ നിങ്ങളും പോവും, നിങ്ങളും ഞാനും ഒക്കെ പോവും. അതെന്തിനാണ് ഞാനും നിങ്ങളൊക്കെ ഒളിവിൽ പോകുന്നത്? അവനാന്റെ കാര്യം വരുമ്പോ എല്ലാരും പോകും. മനസ്സിലായില്ലേ? അപ്പൊ താങ്കൾ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുകയാണ്? ന്യായീകരിക്കുന്നല്ല, ആ പിന്നെ ശിക്ഷ കോടതി തീരുമാനിക്കട്ടെ. ആ നടപടിയായിട്ട് മുന്നോട്ട് പോട്ടെ. അതെനിക്ക് പറയാനുള്ളൂ. എന്നും ഇതിനെപ്പറ്റി ഇങ്ങനെ വിഷയം എടുക്കുന്നത് ശരിയല്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തെ കുറിച്ച്? സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. ഈ വിഷയത്തെ പറ്റി പറയാൻ എന്താ സാർ, നമ്മൾ പറയുന്നത് മുൻ പ്രേക്ഷകൻ പറഞ്ഞത് പ്രതികരിക്കാൻ പാടില്ല എന്നാ. പാലക്കാട് പബ്ലിക്കിന്റെ കേരളത്തിലെ പബ്ലിക്കിന്റെ നികുതി പണം വാങ്ങിയിട്ട് അദ്ദേഹം ജീവിക്കുന്നത്. സാധാരണ ഒരു പൗരനല്ല ഒളിവിൽ പോയത്. 18,000 വോട്ടിന് പാലക്കാട് നിന്ന് ജയിച്ച ഒരു MLA ആണ്. ഇവർക്കെല്ലാം ഉളുപ്പുണ്ടോ ഇങ്ങനെ ന്യായീകരിക്കാൻ? പിന്നെ ഒരു കാര്യം കൂടി സാറിനോട് പറയാനുള്ളത്, പണവും അധികാരം ഉണ്ടെങ്കിൽ ഏത് കേസും രക്ഷപ്പെട്ടു വരാമെന്ന് നമുക്ക് ഇന്നലെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിലേറെ നടക്കും. ഇത് 13-ാം തീയതി ജനകീയ കോടതി അന്ന് തുറക്കുന്നന്ന് ബോക്സ് തുറക്കുമ്പോ ജനകീയ കോടതിയിൽ ഇതിന്റെ വിധി കോൺഗ്രസിനാണ് ഇത് നാശം. രാഹുലിന്റെ ഭാവി നശിച്ചു കഴിഞ്ഞു. രാഹുലിന് ഏത് മണ്ഡലത്തിൽ നിന്നാലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ നിന്നാൽ പോലും ജനം വോട്ട് ചെയ്യത്തില്ല, സ്ത്രീകൾ ഒട്ടും വോട്ട് ചെയ്യത്തില്ല. ഇദ്ദേഹം ഒന്നും പറയും പോലെയല്ല. ഇദ്ദേഹത്തിന് പെങ്ങന്മാരും സഹോദരിമാരും മക്കളൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ത്രീകളെയും ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ന്യായീകരിക്കുന്നു. മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് പ്രതികരിക്കാൻ പാടില്ല. ഇതെന്താ മാടമ്പിയോ?
ഇദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടം മാടമ്പിയ എടോ വിജയ എന്നൊക്കെ വിളിക്കുന്ന ഒരു മര്യാദയാണോ? ഒരു MLA, ഒരു സാധാരണ പൗരൻ പോലും ബഹുമാനീയ മുഖ്യമന്ത്രി എന്നാ പറയൂ. എടോ